മയക്കുവെടി വെച്ച് കൊണ്ടുപോകുന്നതാണ്. അതെ, മയക്കുവെടി വെച്ച് എല്ലാ തീരുമാനങ്ങളും സംസാരിക്കാം. ഒന്നാമത്തെ ആവശ്യം നിങ്ങൾ പറഞ്ഞത് ആനയെ പിടിച്ചു മാറ്റണം, മയക്കുവെടി വെച്ച് പിടിച്ചു മാറ്റണമാണ്. അത് നമ്മൾ ഉടനെ ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ് എല്ലാ നടപടികൾ. രണ്ടാമത് നിങ്ങൾ ചോദിച്ചത് 25 ലക്ഷം രൂപയാണ്. അതിൽ ഇപ്പോഴത്തെ ഉത്തരവ് പ്രകാരം 14 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള തുക അനുവദിക്കാൻ വേണ്ടി നമ്മൾ സർക്കാരിലോട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. മൂന്നാമത് സ്ഥിരം ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലിപ്പോൾ നമുക്കിപ്പോൾ ഓഫീസ് ചെയ്യാൻ അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റിയത് താൽക്കാലിക ജോലി കൊടുക്കുക എന്നുള്ളതാണ്. സ്ഥിരം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കാരിലോട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അടിയന്തര സാഹചര്യം ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന അതാണ്. ഇതിലൊരൊറ്റ കാര്യം ഇവിടുന്ന് പറയാം. ഇന്ന് സാർ ഇപ്പൊ ഇത് പ്രഖ്യാപിച്ചല്ലോ, ഇന്ന് നടപടി അരിച്ച് നാളത്തോട് കൂടി ഇത് ജനങ്ങൾക്ക് ബോധ്യമായില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ കൽപ്പറ്റ DFO ഓഫീസ് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഉറപ്പല്ലേ? ആ ഭാഗത്ത് ആ റോഡ് അവിടെ യാത്ര ചെയ്യുന്ന ആളാണ്. മീനാക്ഷി ഭാഗത്ത് കഴിഞ്ഞാൽ അവിടെ ഫുൾ കാടാണ്. സംവിധാനം കാട് വെട്ട് മാത്രമല്ല സോളാർ ലൈറ്റ് സ്ഥാപിക്കും. കാട് വെട്ട് മാത്രമല്ല ലൈറ്റ് സ്ഥാപിക്കും. റോഡിന്റെ ഇരുവശവും ഒരു 10 മീറ്ററോളം റോഡിന്റെ ഇരുവശവും 10 മീറ്ററോളം ഭാഗം കാട് വെട്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ട് ഈ 6 പറഞ്ഞ ആൾ മരിച്ചെന്ന് എരുമക്കൊല്ലി ഇതേപോലെ പ്രതിഷേധം ഉണ്ടായിട്ട് അത് ഒരു 2 ആഴ്ച മാത്രമേ നടന്നിട്ടുള്ളൂ. ആ തീരുമാനമായി പോകാൻ പാടില്ല. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇവിടെ പ്രതിഷേധം തുടരും എന്നുള്ളതാണ്. ഇതിൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ പറഞ്ഞത് ഈ ആനേനെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകുന്നുള്ളതാണ്. അതിന്റെ ഗവൺമെന്റ് ഓർഡർ നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവര് കഴിഞ്ഞ പ്രാവശ്യം സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് അമ്പിളിമാമനെ ചോദിച്ചാലും പിടിച്ചു തരും എന്ന് പറയും. അങ്ങനല്ല, നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ ഗവൺമെന്റ് നിങ്ങൾ മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് പിന്നെ റിപ്ലൈ വന്നതിന്റെ ആ രേഖ പേപ്പർ നിങ്ങൾ. രണ്ടാമത്തത് മന്ത്രി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് സ്ഥിരം ജോലി കൊടുക്കാലോ അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ മന്ത്രിനെ വിളിച്ചിട്ട് ഈ മന്ത്രി ഓഫീസിൽ നിന്നൊരു റിപ്പോർട്ട് ഇങ്ങോട്ട് വരട്ടെ. ഏത് അതിനിപ്പോ പിന്നെ നമ്മൾ ശ്രുതിക്ക് ജോലി കൊടുത്ത ഉദാഹരണമൊക്കെ നമ്മളെ മുന്നിലുണ്ടല്ലോ. എന്നതുപോലെ തന്നെ മന്ത്രിതലത്തിൽ ഇടപെട്ടിട്ട് ഇന്ന് തന്നെ അതിന്റെ ഒരു തീരുമാനം വരട്ടെ. എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഞാനിപ്പോ ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് അവിടെ പോയിട്ട് ഈ ആനയെ കുറിച്ച് പഠിച്ചതിന് റിപ്പോർട്ട് കൊടുത്താലാണെന്ന് പിടിക്കാനുള്ള ഉത്തരവ് വരുള്ളൂ. അതൊക്കെ വന്നിട്ടല്ലേ എനിക്ക് അതിനെ കാണിക്കാൻ പറ്റുള്ളൂ. ഉത്തരവ് ഫസ്റ്റ് തന്നെ വിടുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാല് എങ്ങനെ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് നിങ്ങളെ സിസ്റ്റത്തിനോട് ബഹുമാനം തന്നെയാണ്, ഇല്ല എന്ന് പറയണില്ല, ബഹുമാനം തന്നെയാണ്. പക്ഷെ ഈ അണമുട്ടിയ ചേരയും കടിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അതാണ് ഇപ്പൊ നിലവിലെ ഞങ്ങളുടെ അവസ്ഥ. ഇത് ആദ്യമായിട്ടല്ല ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ആനയെ അവിടുന്ന് മയക്കുവെടി വെച്ച് പിടിച്ചുകൊണ്ടുപോകാനാ. ഈ ജില്ലയിലെ ഫോറസ്റ്റിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഇവിടെ നിന്നിട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നത്. ഇന്ന് തന്നെ അതിന്റെ നടപടി ആരംഭിക്കുന്നു. അത് ഇന്ന് നമ്മൾ വിശ്വാസത്തിലെടുത്തിട്ട് അത് നടപ്പിലാക്കുന്നതിൽ തൊട്ടടുത്ത ദിവസം ഈ മേപ്പാടി നമ്മളുണ്ട്, ഇവിടെ ഉണ്ട്. അടുത്ത ദിവസം തന്നെ അതിശക്തമായിട്ട് പിന്നീട് ഈ സമരത്തിന്റെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള വാദഗതിയായിട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഇന്ന് തന്നെ അതിന്റെ നടപടി ആരംഭിക്കണം. പിന്നെ അതിന്റെ കൂടെ ഇവര് പറഞ്ഞിട്ടുള്ള കാര്യം, ഇനി ഒരാൾക്ക് അപകടം വരാതെ ഈ ആനയെ പിടിച്ചു കൊണ്ടുപോകുന്നവരെ അപകടം വരാതെ പിടിച്ചു നിർത്താനുള്ള എല്ലാ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണം. RRT ടീം ഫുൾ ടൈം ഉണ്ടാവണം. ലൈറ്റിന്റെ പ്രശ്നം പരിഹരിക്കണം. ഇത് പറയാൻ വേണ്ടി പാടില്ല, എന്നാലും പറയാം. ഞാൻ ഒരു ഫോറസ്റ്റ് തൊഴിലുറപ്പുകാരെ വെച്ചിട്ട് ആ കാട് വെട്ടിക്കുന്ന സമയത്ത് വരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ വെട്ടുന്നില്ല, അവിടെ 2 സൈഡ് കാട് വെട്ടണം. അവിടെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഉറപ്പ് തരുന്നു. ഈ പറഞ്ഞ ഡിമാൻഡ്സ് ഞാൻ ഉറപ്പ് തരുന്നു. എഴുതി തരണമെങ്കിൽ ഇനിയിപ്പോ അത് റിപ്പോർട്ട് കൊടുത്ത് നമുക്ക് ഇനി കാണാലോ. നമ്മൾ
നിങ്ങളെ വിശ്വാസത്തിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഈ പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ട് രണ്ട് സൈഡിലും നിർബന്ധമായിട്ടും സാധാരണ നിങ്ങൾ ഫയർ ലൈൻ എടുക്കുന്ന രീതിയിലെങ്കിലും ആ റോഡ് ഇരുവശവും പറഞ്ഞ അവസാനിപ്പിക്കും. ഇന്നത്തെ പറഞ്ഞ അവസാനിപ്പിക്കും ആളുകളോട്. ഉൾക്കാട്. ഓക്കെ.